ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാ ഭാഗത്തും പച്ചിമ നിറഞ്ഞിരുന്നു. പാടത്ത് കൃഷി നിറഞ്ഞിരുന്നു. നദികളൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആ ഗ്രാമത്തിൽ ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേരാണ് മീര. മീരയ്ക്ക് പാചകമെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ദിവസവും തന്റെ അടുക്കളയിൽ എന്തെങ്കിലും പുതിയതായി ചെയ്യാനായി ശ്രമിക്കും. പാചകത്തിൽ മികച്ചവളാകണമെന്നതാണ് അവളുടെ ആഗ്രഹം. മീരേ, നീ എന്താണ് ഈ ചെയ്യുന്നത്? പുതിയൊരു ഡിഷ് ചെയ്തിരിക്കുകയാണമ്മേ, കഴിച്ചു നോക്കിയിട്ട് പറയോ എങ്ങനെയുണ്ടെന്ന്. അതിനെന്താ, ഞാനും കഴിച്ചു നോക്കട്ടെ എന്റെ മോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. വാവ്, ഇത് വളരെ നന്നായിട്ടുണ്ട്. മീരേ, നീ ശരിക്കും അത്ഭുത ശക്തിയുള്ളവളാണ്. നിന്റെ കൈകളിൽ രുചിയുണ്ട്. ഇങ്ങനെ ഒരു രുചി ആരെങ്കിലും കഴിച്ചാൽ ഈ ലോകം അവർ മറന്നുപോകും. നിങ്ങൾ പറയുന്നത് നേരാണോ അമ്മേ? അതെ എന്റെ പൊന്നുമോളെ, മീരയുടെ അമ്മ പറഞ്ഞത് നേരാണ്. ശരിക്കും മീരയുടെ കയ്യിൽ മാജിക് ഉണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ഈ മാജിക് ആ ഗ്രാമം മുഴുവൻ വട്ടുപിടിപ്പിക്കാൻ പോവുകയാണ്. ദൈവമേ, എന്റെ മോൾ വളരെ നല്ല കഠിന അധ്വാനിയാണ്. നിങ്ങളുടെ അനുഗ്രഹം അവൾക്ക് എപ്പോഴും ഉണ്ടാകണം. അവളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറണം. ഇങ്ങനെ ദിവസവും നടക്കുന്ന ആ ജീവിതത്തിൽ ഒരു ദിവസം ഗ്രാമത്തിന്റെ വലിയ ഹോട്ടൽ സ്വാദ് സാഗറിന്റെ മുതലാളി ചെഫ് വിജയ് തന്റെ ഹോട്ടൽ ആരംഭിച്ച് 1 വർഷമായ സന്തോഷം കൊണ്ടാടാൻ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. നമസ്കാരം ഗ്രാമത്തിലെ ജനങ്ങളെ, നിങ്ങൾ വളരെ അധികമായിട്ട് തലവർ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നുണ്ട്. ആക്ച്വലായിട്ട് നമ്മളുടെ ഹോട്ടൽ സ്വാദ് സാഗർ ആരംഭിച്ച് 1 കൊല്ലങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു വിശേഷമായ മത്സരം വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും പാലക് ഗുലാബ് ജാമുൻ സൂപ്പ് ചെയ്തെങ്കിൽ അവരിനെ എൻ്റെ ഹോട്ടലിൽ മെയിൻ ഷെഫായിട്ട് ഞാൻ മാറ്റും. വിജയ് ഇങ്ങനെ പറഞ്ഞതും തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കുശുകുശുത്തു. പാലക് ഗുലാബ് ജാം സൂപ്പ്? ഇത് നടക്കാത്ത കാര്യമാണെന്ന് തോന്നി. കാരണം ഇത് രണ്ടും തന്നെ വളരെ വ്യത്യസ്തമായതാണ്. ഒന്ന് ചീര കൊണ്ടുള്ളത്, മറ്റൊന്ന് മധുര പലഹാരം. ഇത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെയാണ് സൂപ്പ് ചെയ്യുക? മീര ഇത് കേട്ടതും തന്നെ ആകെ പേടിച്ചു പോയി. അയ്യോ ദൈവമേ, വിജയ് സാർ വളരെ കഷ്ടമായ പണി നൽകിയല്ലോ. ഞാൻ എന്ത് കരുതിയെന്നാൽ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ വിജയിച്ച് ഈ വർഷത്തെ കോളേജ് ഫീസ് കെട്ടാമെന്ന്, അച്ഛനെ കൃഷിയിൽ സഹായിക്കാമെന്നും കരുതി. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് കുടുങ്ങിപ്പോയല്ലോ. പാലക്കും ഗുലാബ് ജാമും ഉപയോഗിച്ച് സൂപ്പോ? കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ഞാൻ തോറ്റുപോകുമോ എന്ന് പേടിയാകുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പാവം, പേടി കാരണം മീരയ്ക്ക് ഒന്നും ചിന്തിക്കാൻ പോലും ആയില്ല. അപ്പോഴാണ്, നീ എന്താണ് പറഞ്ഞത്? മത്സരത്തിൽ തോറ്റുപോകുമെന്നോ? അമ്മേ, നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാണ്. എന്താണ് മീര ഇത്? ഒരു ചെറിയ കഷ്ടത്തിന് നീ തോൽവി സമ്മതിക്കുന്നു? എന്റെ മീര ഇത്ര ഭീരുവാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? അത് നീ മറന്നുപോയോ? നീ മാജിക് ശക്തിയുള്ളവളാണ്. ദേ നോക്ക്, ഈ മത്സരം വളരെ കഠിനമായതാണ്. പക്ഷെ അത് നിന്നെ കൊണ്ട് ചെയ്യാനാകുമെന്ന് എനിക്കറിയാം. നീ എപ്പോഴും എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ ശ്രമിക്കുന്നവളാണ്. ദൈവം നിന്നോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് നീ തോൽവി സമ്മതിക്കരുത്. അമ്മ പറഞ്ഞത് കേട്ടിട്ട് മീരയ്ക്ക് ആത്മവിശ്വാസം വന്നു. അടുത്ത ദിവസം മീര ചെഫ് വിജയുടെ ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും മീരയെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെഫ് വിജയ് വന്നത്. അദ്ദേഹം മീരയെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഷടാ, എന്താ ഇത്? നിന്നെ കാണാൻ വളരെ പേടിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഈ സൂപ്പ് ചെയ്യാൻ പറ്റുമോ? വിജയ് പറഞ്ഞത് കേട്ടിട്ട് മീര വീണ്ടും പേടിച്ചു പോയി. പക്ഷെ അവൾ ആത്മവിശ്വാസത്തോടെ ഉത്തരം പറഞ്ഞു, തീർച്ചയായും സർ, ഞാനത് ശ്രമിക്കാം. അവസാനം മത്സരവും തുടങ്ങി. മീര തന്റെ പണി തുടങ്ങുകയും ചെയ്തു. ശരി, ആദ്യം ഈ പാലക്ക് ഉപയോഗിച്ച് തുടങ്ങാം. മീര ആ പാലക് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. എന്നിട്ട് അവൾ ഗുലാബ് ജാം എടുത്തു. പക്ഷെ അത് നല്ല രുചിയുള്ളതായിരുന്നു. അയ്യോ ദൈവമേ, ഞാൻ ഈ പാലക്കും വെറും ഗുലാബ് ജാമും മാത്രം വെച്ച് സൂപ്പ് ചെയ്താൽ പിന്നെ അതിന്റെ രുചി വളരെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇത് രുചികരമായിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചേർക്കേണ്ടത്? അപ്പോഴാണ് മീരയുടെ കാഴ്ചയിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ കണ്ടത്. അവൾ ഇഞ്ചി ശ്രദ്ധിച്ചു. ഇഞ്ചി അല്പം എരിവായിരിക്കും. അങ്ങനെ ഞാൻ ഈ സൂപ്പിൽ ഇഞ്ചി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ സൂപ്പിന്റെ രുചി നന്നായിരിക്കും. മീര ആ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. എന്നിട്ട് അത് പാലക്കിൽ ചേർത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടും വേവിച്ചെടുത്തു. ഇഞ്ചിയും പാലക്കും നന്നായി വെന്തതിനു ശേഷം സൂപ്പിന്റെ നിറം പച്ചയായി മാറി. ഇപ്പോൾ മീര ആ സൂപ്പ് ഒരു പാത്രത്തിൽ ഒഴിച്ചു. ഗുലാബ് ജാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് ഇട്ടു. അവൾ സൂപ്പ് രുചിച്ചു നോക്കി.
പക്ഷെ ഇപ്പോഴും അതിന്റെ രുചി വ്യത്യാസമായിരുന്നു. ഈ സൂപ്പിൽ രുചിയുമില്ല, എരിയുമില്ല, എന്തോ ഒരു കുറവുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു നാരങ്ങ ഇരിക്കുന്നത് അവൾ കണ്ടത്. ഞാൻ ഇതിൽ നാരങ്ങ നീരൊഴിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ രുചി ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. അവൾ ആ നാരങ്ങ മുറിച്ചു, അതിന്റെ ചാറ് സൂപ്പിലേക്ക് ഒഴിച്ചു. അതിനുശേഷം സൂപ്പ് ടേസ്റ്റ് ചെയ്തു. ഇത്തവണ രുചി അടിപൊളിയായിരുന്നു. മധുരം, പുളിപ്പ്, പിന്നെ ചെറിയ തോതിൽ കയ്പ്പ്, മൂന്നും സൂപ്പിൽ സമമായിരുന്നു. മീര വിജയെ അടുത്തേക്ക് വിളിച്ചു. വിജയ് സൂപ്പ് ടേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊരു സൂപ്പ് അദ്ദേഹം ഇതിനു മുൻപ് കുടിച്ചിട്ടില്ല. ഈ സൂപ്പ് വളരെ അത്ഭുതമായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല പാലക്കിട്ട ഗുലാബ് ജാമുൻ സൂപ്പ് ഇത്ര രുചിയായിട്ട് ഉണ്ടാവുമെന്ന്. വാവ് മീര, നീ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ വിജയിച്ചത് തീർച്ചയായും നീ തന്നെയാണ്. അവസാനം മീര ആ മത്സരത്തിൽ മത്സരിച്ചു. പിന്നെ സ്വാദ് സാഗറിന്റെ ചെഫായി മാറി. ഇപ്പോൾ മീരയെക്കുറിച്ചാണ് ഗ്രാമമെമ്പാടും സംസാരം. അവളെ അഭിനന്ദിക്കുന്നതിൽ ആർക്കും ഒരു ക്ഷീണവും തോന്നിയില്ല. അതുമാത്രമല്ല, സ്വാദ് സാഗർ ഹോട്ടലിൽ മീര വന്നതിന് ശേഷം ആളുകൾ ഒരുപാട് വന്നു. ജനങ്ങൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ മീര ചെയ്ത പാലക് ഗുലാബ് ജാം സൂപ്പ് കുടിക്കാനായി എത്തി. അമ്മേ, അമ്മേ ഇത് കണ്ടോ, ഇതെന്റെ ആദ്യത്തെ ശമ്പളമാണമ്മേ. ദേ നോക്ക് എന്റെ പൊന്നുമോളെ, നീ എപ്പോഴും നന്നായിരിക്കണം. അതെ അമ്മേ, ഞാൻ ഇത് ഉപയോഗിച്ച് എന്റെ കോളേജ് ഫീസ് കെട്ടും. പിന്നെ കൃഷി ചെയ്യാൻ ഞാൻ അച്ഛനെയും സഹായിക്കും. എല്ലാം ശരിയാകും അമ്മേ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. നേരാണ്, മീരയ്ക്ക് അവളുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടി. അവളുടെ കഷ്ടങ്ങളെല്ലാം തന്നെ കുറേശ്ശെ കുറയാൻ തുടങ്ങി. പക്ഷേ ഇതൊക്കെ ഇതോടെ അവസാനിക്കുന്നതല്ല. പെട്ടെന്ന് തന്നെ മീരയ്ക്ക് മറ്റൊരു വലിയ സമ്മാനവും കിട്ടാൻ പോവുകയാണ്. മീര, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒന്നുമില്ല സാർ, ഒരു പുതിയ ഡിഷ് റെഡിയാക്കുകയാണ്. വാവ് മീര, നീ ശരിക്കും കളിയുള്ള കുട്ടിയാണ്. ആദ്യത്തിൽ ഞാൻ നിന്നെ കൺഫ്യൂസ് ചെയ്തു, പക്ഷേ ഓരോ പ്രവേശവും നീ അടിപൊളിയാക്കിയിട്ടുണ്ട്. വളരെ നന്ദി സാർ. നന്ദി പറയാനുള്ള ആവശ്യമില്ല. നീ ഇനിയും മുന്നേറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ ഈ കാശ് പിടിച്ചോളൂ. നീ നിനക്ക് വേണ്ടി ഒരു ഹോട്ടൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു വലിയ ഷെഫ് മാത്രമല്ല, നിന്നെ കൊണ്ട് ഒരു വലിയ ബിസിനസ്മാൻ ആയിട്ടും ആവാൻ പറ്റും. എന്ത് നേരാണോ? നന്ദി സാർ, വളരെ വളരെ നന്ദി. വിജയ് നൽകിയ കാശ് വാങ്ങിയിട്ട് മീര ഒരുപാട് സന്തോഷിച്ചു. അവളുടെ ഒരുപാട് വർഷങ്ങളായുള്ള സ്വപ്നം ഇപ്പോൾ നിറവേറാൻ പോവുകയാണ്. ഉടനെ അവൾ ആ കാശ് ഉപയോഗിച്ച് ഗ്രാമത്തിലെ മികച്ച എക്സിബിഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. അതിന്റെ പേര് രുചില എന്ന് വെച്ചു. ദൈവമേ, അങ്ങേക്ക് ഞാൻ എന്റെ നന്ദി എങ്ങനെ അറിയിക്കാനാണ്. നിങ്ങൾ എന്റെ മോളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുകയാണ്. അവളുടെ അധ്വാനത്തിനുള്ള ബലനും നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും വേണം. പിന്നെ അവളെ സഹായിക്കാൻ ദൈവം പോലെ ഒരാള് വന്നല്ലോ, ആ വിജയ് സാർ. അദ്ദേഹത്തെയും നിങ്ങൾ എപ്പോഴും അനുഗ്രഹിക്കണം. അദ്ദേഹം എന്റെ മോളെ വിശ്വസിച്ചു, അവളെ മുന്നേറാൻ സഹായിച്ചു, അവളെ പഠിപ്പിച്ചു. അദ്ദേഹത്തെയും സഹായിക്കണമേ ദൈവമേ. അപ്പോഴാണ് വിജയ് അവിടേക്ക് വന്നത്. ആരുടെ നല്ലത് കുറിച്ചാണ് സംസാരിക്കുന്നത്? ഹലോ സാർ, വരൂ സാർ. ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹോട്ടൽ തുറക്കാനായത്. ഇല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇതിൽ ഞാൻ ഏതും ചെയ്തിട്ടില്ല മീര. ഞാൻ നിനക്ക് പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്റെ വിജയത്തിന് കാരണം നീ മാത്രമാണ്. നിന്റെ അധ്വാനം, നിന്റെ കഴിവ്, നിന്റെ വാശി, നിന്റെ വിശ്വാസം, ഇതാണ് നിന്റെ വിജയത്തിന് കാരണമാണ്. ഇത് എപ്പോഴും വിട്ടേക്കില്ലേ. പിന്നെ ഇതുപോലെ തന്നെ മുന്നേറി പോയിക്കൊണ്ടിരിക്കണം. തീർച്ചയായും സാർ, വളരെ വളരെ നന്ദി. അവസാനം നല്ലതാണെങ്കിൽ എല്ലാം നന്നായിരിക്കുമല്ലോ. മീരയുടെ ഹോട്ടൽ രുചിര വളരെ പ്രബലമായി. ജനങ്ങൾ അവിടെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അവൾ എങ്ങനെ ഇത്രത്തോളം വിജയിച്ചു എന്നുള്ള കഥ അറിയാനായും വന്നു. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്നാൽ, അതായത് മത്സരം കണ്ട് നമ്മൾ പേടിക്കാൻ പാടില്ല. ഓരോ മത്സരവും ഒരു അവസരമായിരിക്കാം.